ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഡെസിമൽ നമ്പേഴ്സിൻ്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നിവയാണ്. ആദ്യം നമ്മൾ അഡീഷൻ ആണ് നോക്കുക. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. 0.2 പ്ലസ് 23.14 ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ ആദ്യത്തെ നമ്പർ എഴുതുകയാണ് 0.2. ഇനി നമ്മൾ അടുത്ത നമ്പർ എഴുതുമ്പോൾ ഈ നമ്പറിൻ്റെ ഡെസിമൽ പോയിൻറ്റും ഈ നമ്പറിൻ്റെ ഡെസിമൽ പോയിൻറ്റും നേരെ താഴത്തേക്ക് ഒരു ലൈനിൽ തന്നെ ഇരിക്കുന്ന രീതിയിൽ വേണം എഴുതാൻ. അപ്പോൾ ഞാൻ വേണമെങ്കിൽ പോയിൻ്റ് ആദ്യം ഇട്ട് കാണിക്കാം. ഇനി 23 പോയിൻ്റ് എന്നല്ലേ, അപ്പോൾ 3 എവിടെയാണ് വരിക? ഈ 0യുടെ താഴെയാണ് വരിക. ഇനി 14 എവിടെയാണ് വരിക? 1 ഈ 2ൻ്റെ താഴെ വരും. 4 ഇതിൻ്റെ അപ്പുറത്ത് വരും. ഇനി നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ ഒന്നുമില്ല, വേണമെങ്കിൽ ഇവിടെ 0 എന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ആഡ് ചെയ്താൽ 0+4 എന്ന് പറഞ്ഞാൽ 4 തന്നെ, 2+1 എന്ന് പറഞ്ഞാൽ 3. പോയിൻ്റ് അങ്ങനെ തന്നെ ഇടുക. 0+3 എന്ന് പറഞ്ഞാൽ 3, ഇവിടെയോ 2, അതായത് 23.34. വേറെ ഒരെണ്ണം നോക്കാം. 18.75 പ്ലസ് 24.632 ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യത്തെ നമ്പർ എഴുതാം 18.75. അടുത്ത നമ്പർ എങ്ങനെ എഴുതുക? ഈ പോയിന്റിന് നേരെ താഴെ വേണം മറ്റേ പോയിന്റ് ഇടാൻ. ഇനി അതിനനുസരിച്ച് ബാക്കിയുള്ള നമ്പേഴ്സ് അറേഞ്ച് ചെയ്ത് എഴുതുക. അപ്പോൾ ഇങ്ങനെ വരും അല്ലേ. ഇനി നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ 0 ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം എന്താ, 0+2 എന്ന് പറഞ്ഞാൽ 2 തന്നെയല്ലേ. അപ്പോൾ 2, 5+3 എന്ന് പറഞ്ഞാൽ 8, 7+6 എന്ന് പറഞ്ഞാൽ 13. അപ്പോൾ 1 എങ്ങോട്ട് വരും? ഇപ്പുറത്തേക്ക് വരും. ഇനിയോ ഈ പോയിന്റ് അങ്ങനെ തന്നെ ഇറക്കി എഴുതാം. 1+8+4 എന്ന് പറഞ്ഞാൽ 13, 1+1+2 എന്ന് പറഞ്ഞാൽ 4, അതായത് 43.382. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ 3.2 പ്ലസ് 46, അതായത് ഇവിടെ ഒരു നമ്പറിൽ ഡെസിമൽ പോയിന്റ് ഇല്ല അല്ലേ. ഒരെണ്ണം ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പറും ഒരെണ്ണം ഇല്ലാത്ത നമ്പറുമാണ്. അങ്ങനെയാകുമ്പോൾ എങ്ങനെ ചെയ്യാം? 46നെ നമുക്ക് എങ്ങനെ എഴുതാം? 46.0 എന്ന് എഴുതാലോ. ഇപ്പൊ ഡെസിമൽ പോയിന്റ് ആയില്ലേ. ഇനി നമുക്ക് സാധാരണ പോലെ ചെയ്യാം. 46.0യും 3.2 തമ്മിൽ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 49.2 എന്ന് കിട്ടും. ഇതുപോലെ തന്നെയാണ് നമ്മൾ സബ്ട്രാക്ഷനും ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 43.25 മൈനസ് 3.56. അപ്പോൾ ആദ്യത്തെ നമ്പർ എഴുതാം. 43.25 മൈനസ് 3.56. പോയിന്റ് ഒരുമിച്ച് വരുന്ന രീതിക്ക് വേണം എഴുതാനായിട്ട്. 5 - 6 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇപ്പുറത്തുനിന്ന് ക്യാരി എടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ഇത് 15 ആയി മാറും. അപ്പോൾ ഇവിടെ 1 ആയി മാറും. 15 - 6 എന്ന് പറഞ്ഞാൽ 9. ഇവിടെയോ 1 - 5 ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഇപ്പുറത്തുനിന്ന് എടുക്കേണ്ടി വരും. ഇത് 11 ആയി മാറും. 11 - 5 എന്ന് പറഞ്ഞാൽ 6. 2 - 3 ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഇവിടുന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ ഇത് 12 ആയി മാറും. 12 - 3 എന്ന് പറഞ്ഞാൽ 9. അപ്പോൾ 39.69. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. 4.32 മൈനസ് 3.125. ഇതെങ്ങനെ ചെയ്യാം? സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ എപ്പോഴും ഈ നമ്പർ വേണം അല്ലേ ആദ്യം എഴുതാൻ. 4.32 മൈനസ് പോയിന്റ് ഇട്ട് ഞാൻ 3.125. ഇവിടെ നമുക്ക് 0 ഇടാലോ. ഇനി 0 - 5 ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇപ്പുറത്തുനിന്ന് നമ്മൾ എടുക്കേണ്ടി വരും. 10 - 5. ഇനി 1 - 2 ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇത് 11 ആക്കണം. 11 - 2 എന്ന് പറഞ്ഞാൽ 9. 2 - 1 എന്ന് പറഞ്ഞാൽ 1. ഇവിടെയോ 4 - 3 എന്ന് പറഞ്ഞാൽ 1, അതായത് 1.195. അങ്ങനെയാണെങ്കിൽ നമുക്കിനി മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. ക്വസ്റ്റ്യൻ എഴുതാം. 2.34 × 1.2. നമ്മൾ അഡീഷനും സബ്ട്രാക്ഷനും ഒരേ മെത്തേഡാണ് ഉപയോഗിക്കുക, പക്ഷെ മൾട്ടിപ്ലിക്കേഷൻ വേറെ രീതിയിലാണ് ചെയ്യുന്നത്. ആദ്യമേ നമ്മൾ ഈ പോയിന്റ് ഒന്നും ഇല്ലാതെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 234 × 12. അങ്ങനെ ചെയ്യുമ്പോൾ ആൻസർ 2808 എന്ന് കിട്ടും. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ക്വസ്റ്റ്യനിൽ പോയിന്റ് കഴിഞ്ഞ് എത്ര നമ്പേഴ്സാണ് ടോട്ടൽ ഉള്ളത്. ഈ ആദ്യത്തെ നമ്പറിൽ പോയിന്റ് കഴിഞ്ഞ് എത്ര നമ്പേഴ്സാണുള്ളത്? 2 എണ്ണം. ഇവിടെയോ പോയിന്റ് കഴിഞ്ഞ് 1 നമ്പറാണുള്ളത്. അപ്പോൾ ടോട്ടൽ ഈ ക്വസ്റ്റ്യനിൽ പോയിന്റ് കഴിഞ്ഞ് എത്ര നമ്പേഴ്സ് ഉണ്ട്? 3 എണ്ണം. അതായത് നമ്മുടെ ആൻസറിലും പോയിന്റ് കഴിഞ്ഞ് എത്ര നമ്പറാണ് ഉണ്ടാവേണ്ടത്? 3 എണ്ണം. അപ്പോൾ പോയിന്റ് കഴിഞ്ഞ് 3 നമ്പർ വരുന്ന രീതിക്ക് നമുക്ക് കുത്തിട്ട് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. 12 × 4.65. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം പോയിന്റ് ഒന്നും ഇല്ലാതെ ഇത് ചെയ്യണം. അതായത് 12 × 465. അത് ചെയ്യുമ്പോൾ എന്താ വരിക? 465 × 12 എന്ന് പറഞ്ഞാൽ 5580 എന്ന് കിട്ടും. ഇനി ഈ ക്വസ്റ്റ്യനിൽ പോയിന്റ് കഴിഞ്ഞ് എത്ര നമ്പർ ഉണ്ട്? ഇവിടെ പോയിന്റ് കഴിഞ്ഞൊന്നുമില്ല, അപ്പോൾ അത് നമ്മൾ നോക്കണ്ട. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 നമ്പേഴ്സ് ഉണ്ട്. അതായത് ഈ ക്വസ്റ്റ്യനിൽ ടോട്ടൽ 2 നമ്പേഴ്സാണ് പോയിന്റ് കഴിഞ്ഞുള്ളത്. അപ്പോൾ ആൻസറിലും പോയിന്റ് കഴിഞ്ഞ് എത്ര നമ്പേഴ്സാണ് വേണ്ടത്? 2 നമ്പേഴ്സ്. അപ്പോൾ 55.80. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിവിഷൻ നോക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നത് 22.4 ഡിവൈഡഡ് ബൈ 2 ആണ് ചെയ്യുന്നത്. ഡിവിഷനിൽ ഒരു പ്രത്യേകതയുള്ളത്, ഈ താഴെയുള്ള നമ്പർ അതിനെയാണ് ഡിനോമിനേറ്റർ എന്ന് പറയുക. ഡിനോമിനേറ്ററിൽ പോയിന്റ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യന് കുഴപ്പമില്ല അല്ലേ, ഡിനോമിനേറ്ററിൽ പോയിന്റ് ഇല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷനിലെ പോലെ തന്നെ പോയിന്റ് ഇല്ലാതെ ഇത് ചെയ്ത് നോക്കണം. 224 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ ചെയ്തു വരുമ്പോൾ 112 എന്ന് കിട്ടും. അപ്പോൾ അതാണ് ആൻസർ. ഇനി നമ്മൾ നോക്കണം ക്വസ്റ്റ്യനിൽ പോയിന്റ് കഴിഞ്ഞ എത്ര നമ്പർ ആണുള്ളത്? 1 എണ്ണം.
അപ്പോൾ ആൻസറിലും പോയിന്റ് കഴിഞ്ഞ് ഒരു നമ്പറാണ് ഉണ്ടാവേണ്ടത്. വേറെ ഒരെണ്ണം നോക്കാം. 2.57 ഡിവൈഡഡ് ബൈ 2. ഇവിടെയും താഴെ ഡെസിമൽ പോയിന്റ് ഇല്ല, അപ്പോൾ നമുക്ക് സാധാരണ പോലെ തന്നെ ചെയ്യാം. അപ്പോൾ 257 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ എനിക്ക് 128.5 എന്ന് കിട്ടി. അതായത് നമ്മളിത് ചെയ്തപ്പോൾ തന്നെ പോയിന്റ് വന്നു അല്ലേ. ക്വസ്റ്റ്യനിൽ പോയിന്റ് കഴിഞ്ഞ് 2 നമ്പേഴ്സ് ഉണ്ട്. ഇനി നമ്മളിത് ചെയ്തു വന്നപ്പോൾ നമുക്ക് പോയിന്റ് കഴിഞ്ഞ് ഒരു നമ്പറും കിട്ടി. അതായത് പോയിന്റ് കഴിഞ്ഞ് ടോട്ടൽ 3 നമ്പേഴ്സ് ആണ് ആൻസറിൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ 1.285 ആണ് ആൻസർ. അങ്ങനെയാണെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2.56 ഡിവൈഡഡ് ബൈ 3.2. ഇവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ താഴെ ഡിനോമിനേറ്ററിൽ, അതായത് താഴത്തെ നമ്പറിൽ എന്തുണ്ട്, പോയിന്റ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ഡിനോമിനേറ്ററിലെ പോയിന്റ് കളയാൻ പോവുകയാണ്. എങ്ങനെയാണ് കളയുക? പോയിന്റ് കഴിഞ്ഞ് എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കുക. ഒരു നമ്പർ അല്ലേ, അപ്പോൾ മുകളിലും താഴെയും ഇൻറ്റു 10 ചെയ്യാം. ഇനി പോയിന്റ് കഴിഞ്ഞ് 2 നമ്പേഴ്സാണ് ഉണ്ടായിരുന്നെങ്കിലോ മുകളിലും താഴെയും ഇൻറ്റു 100 ചെയ്യാം. അല്ലെങ്കിൽ പോയിന്റ് കഴിഞ്ഞ് 3 നമ്പേഴ്സ് ആണെങ്കിൽ മുകളിലും താഴെയും ഇൻറ്റു 1000 ചെയ്യാം. അതായത് പോയിന്റ് കഴിഞ്ഞ് എത്ര നമ്പേഴ്സ് ഉണ്ടോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന ആ നമ്പറിന് അത്രയും പൂജ്യങ്ങളാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. 2.56 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ എന്തായി? 25.6. ഇനി 3.2 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ എന്തായി? 32 ആയി. അതായത് താഴത്തെ പോയിന്റ് പോയല്ലേ, അതിനു വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തത്. ഇനിയിപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. 256 ഡിവൈഡഡ് ബൈ 32 ചെയ്യുമ്പോൾ 8 എന്ന് കിട്ടും. അപ്പോൾ ഇതല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പോയിന്റ് കഴിഞ്ഞ് എത്ര നമ്പറാണുള്ളത്? ഒരു നമ്പറാണുള്ളത്. അപ്പോൾ ആൻസറിലും പോയിന്റ് കഴിഞ്ഞ് ഒരു നമ്പറാണ് വേണ്ടത്, അതായത് 0.8. അതിനെ നമുക്ക് 0.8 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. 75 ഡിവൈഡഡ് ബൈ 0.25. ഇവിടെ താഴെ ഡിനോമിനേറ്ററിൽ പോയിന്റ് കഴിഞ്ഞ് 2 നമ്പേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ എന്ത് വെച്ചാൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 100 വെച്ച് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി 75 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 7500. 0.25 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 25. ഇപ്പോൾ സാധാരണ ക്വസ്റ്റ്യൻ പോലെ ആയില്ലേ. ഇപ്പോൾ ഡെസിമൽ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. ആൻസർ 300 എന്ന് കിട്ടും.